നബിയുടെ സ്വഹാബിമാരിൽ പ്രധാനിയാണ് ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു. ജാബിർ ഇബ്നു അബ്ദില്ല ഇബ്നു അംർ ഇബ്നു ഹറാം അൽ ഖസ്റജി അൽ അൻസ്വാരി. അതല്ല പേര് ജാബിർ അല്ലേ, ഇതിൻ്റെ വാപ്പാൻ്റെ പേരാണ് അബ്ദുല്ല. ജാബിർ ഇബ്നു അബ്ദില്ല. വാപ്പയും മകനും സ്വഹാബിമാരാണ്. ചെറുപ്പത്തിൽ നബി വിശ്വസിച്ച സ്വഹാബിയാണ് ജാബിർ. വാപ്പയുടെ കൂടെ തന്നെ നബിയോടൊപ്പം വന്ന് അതിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഓക്കെ, ജാബിർ ഇബ്നു അബ്ദില്ല ഇബ്നു അംർ ഇബ്നു ഹറാം അൽ ഖസ്റജി അൽ അൻസ്വാരി. അൻസ്വാരിയാണ്, ഖസ്റജിയാണ്. നമ്മൾ കഴിഞ്ഞ ഹദീസ് എടുത്ത സ്വഹാബിയും അതേപോലെ ഖസ്റജിയാണ്. ബറാ ഇബ്നു ആസിബ് നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം ഖസ്റജിയാണ്. എന്നപോലെ തന്നെ ജാബിർ ഇബ്നു അബ്ദില്ലയും ഖസ്റജ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. ധാരാളം ഹദീസ് അദ്ദേഹം നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1500-ലേറെ, 1540 എന്നൊക്കെ പറയപ്പെടുന്നു. 1500-ലേറെ ഹദീസ് അദ്ദേഹം നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബത്തിൽപ്പെട്ടവരാണ് ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു. നബിയുടെ ശേഷം ദീർഘകാലം അദ്ദേഹം സേവനം ചെയ്തുകൊണ്ട് ജീവിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ജനിക്കുന്നത് നബിയുടെ ഹിജ്റയുടെ 17 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഹിജ്റയുടെ 17 വർഷം, അഥവാ നബിയുടെ 36-ാമത്തെ വയസ്സിലേക്കപ്പോൾ, നബി ഹിജ്റ പോയ 83-ാം വയസ്സിലാണല്ലോ, അതിൻ്റെ 17 കൊല്ലം മുമ്പ്. അപ്പം നബിക്ക് 36 വയസ്സ് പ്രായം ഉണ്ടാകുമ്പോഴാണ് ജാബിർ അൻഹു ജനിക്കുന്നത്. നബിയാകുന്നതിൻ്റെ 4 കൊല്ലം മുമ്പ്. അപ്പം ഹിജ്റ വർഷം കണക്കാക്കിയതുകൊണ്ടാണ് പിന്നെ ഹിജ്റയ്ക്ക് മുമ്പ് ഇതൊക്കെ ശേഷം എന്ന് പൊതുവെ പ്രയോഗിക്കപ്പെടുന്നത്. 94-ാം വയസ്സിൽ അദ്ദേഹം വഫാത്താകുന്നത്. അപ്പം നബിയുടെ ശേഷം ദീർഘമായ കാലം ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഹിജ്റ 73-ൽ അല്ലെങ്കിൽ 75-ൽ 78-ൽ എന്നൊക്കെയുള്ള ചർച്ചകൾ കാണാൻ കഴിയും. എന്നാണെങ്കിലും 94 വയസ്സ് അദ്ദേഹത്തിന് മരിക്കുമ്പോൾ പ്രായമുണ്ട്. ജനിച്ചത് മദീനയിലാണ്, മരിച്ചതും മദീനയിൽ തന്നെയാണ്. ബദറും ഉഹദും ഒഴികെ ബാക്കി എല്ലാ യുദ്ധങ്ങളിലും നബിയുടെ കൂടെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അന്ന് വാപ്പ അദ്ദേഹത്തെ കൂട്ടിയില്ല. ബദറിലും ഉഹദിലും വാപ്പ പങ്കെടുത്തു. വാപ്പ ഉഹദിൽ ഷഹീദായി. പക്ഷെ വാപ്പ മകനെ കൂടെ കൊണ്ടുപോയില്ല. കുടുംബത്തിലെ ചില പ്രാരാബ്ദങ്ങൾ കാരണം മകനെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിട്ടും തൽക്കാലം കൊണ്ടുപോയില്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുല്ല ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് പോകുമ്പോൾ തലേന്ന് മകനെ വിളിച്ചു നൽകുന്ന ഉപദേശങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിലുണ്ട്. നാളെ ഉഹദിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് അദ്ദേഹം മോനെ വിളിച്ചുകൊണ്ട് ചില വസിയ്യത്തുകൾ നൽകുന്നു. ആ കൂട്ടത്തിൽ വാപ്പ പറഞ്ഞു, മാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഉഗദ. നാളെ ഉഹദ് ആരംഭിക്കുകയാണ്. ഉഹദിലെത്തിയാൽ നാളെ തന്നെ കൊല്ലപ്പെടുമെന്നാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ആഗ്രഹമാണത്. ഉഹദിലേക്ക് പോകുമ്പോൾ ഷഹീദാവുക എന്ന അതിയായ ആഗ്രഹം. തിരിച്ചു വരാൻ ആഗ്രഹിച്ചു കൊണ്ടല്ല പോണത്, ഉഹദിൽ പോയി ഷഹീദാകണം എന്ന ആഗ്രഹത്തിലാണ് അവർ പോകുന്നത്. അതുകൊണ്ട് നാളെ തന്നെ ഞാൻ കൊല്ലപ്പെടുമെന്നാണ് മോനെ ഈ വാപ്പാൻ്റെ ഒരു പ്രതീക്ഷ, വാപ്പാൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ വലിയ സാമ്പത്തിക കടബാധ്യതയുണ്ട്, അത് നീ ഏറ്റെടുക്കണം. ഷഹീദിന് കടം ഒഴികെ ബാക്കിയെല്ലാം പുറത്ത് കിട്ടും, കടം പൊറുക്കപ്പെടില്ല. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചധികം കടമുണ്ടായിരുന്നു, 18,000 ദിർഹം എന്നൊക്കെയാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അപ്പോൾ വലിയ കടം അദ്ദേഹത്തിനുണ്ട്. ഒറ്റ ആൺകുട്ടിയേ ഉള്ളൂ, ഒരു ആൺകുട്ടി മാത്രമാണ് അദ്ദേഹത്തിന്, ബാക്കിയെല്ലാം പെൺമക്കളായിരുന്നു. അപ്പോൾ ഈ പെൺമക്കളും ജാബിർ എന്ന അന്ന് കല്യാണം കഴിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരാണ്, കല്യാണം കഴിച്ചിട്ടില്ല അന്ന്. ബാക്കി പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജാബിറിൻ്റെ ഉമ്മയും, ഇങ്ങനെ ഇവരടങ്ങുന്ന 9 അംഗ കുടുംബമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൽ വാപ്പ കൊല്ലപ്പെട്ടു പോയാൽ പിന്നെ ഞാൻ ഒരു ആണായിട്ടുള്ളത് ഈ ഒരു കുട്ടി മാത്രമാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നത്, ഞാൻ നിന്നെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു ഉഹദിലേക്ക്, നിന്നെയും കൊണ്ടുപോയി നീയും ഷഹീദാവാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ നമ്മൾ രണ്ടാളും കൊല്ലപ്പെട്ടു പോയാൽ ഈ കടം വീട്ടാൻ പിന്നെ ആരും ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ബാപ്പ ഉഹദിലേക്ക് പോകുന്നത്. ബാപ്പ ആഗ്രഹിച്ച പോലെ തന്നെ ഉഹദിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു, ഷഹീദായി. ഉഹദിൽ തന്നെ അദ്ദേഹം മറമാടപ്പെടുകയും ചെയ്തു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അളിയനും രണ്ടുപേരും ഉഹദിൽ ഷഹീദായാണ്. ഭാര്യയുടെ ആങ്ങള രണ്ടുപേരും ഉഹദിൽ ഷഹീദായി. ജാബിറിന്റെ ഉമ്മ അന്ന് ഉഹദിൽ യുദ്ധത്തിന് വേണ്ട ഒത്താശകൾ ചെയ്യാൻ വേണ്ടി പോയ സ്ത്രീകളുടെ കൂട്ടത്തിൽ അവരുമുണ്ട്.
അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക, അതേപോലെ അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, ടെൻറ്റിൽ അവർക്ക് വേണ്ട സർവീസുകൾ ചെയ്യാൻ വേണ്ടി മുറിവേറ്റവരെ ശുശ്രൂഷിക്കുക, ഇതിനൊക്കെ വേണ്ടി അവർ സ്ത്രീകൾ കൂടെ പോകും. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ ഉഹദ് കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു, അതേപോലെ ആങ്ങളയും മരിച്ചു. ജാബിർ ഉമ്മാനെ സംബന്ധിച്ച് ആങ്ങളയും ഷഹീദായി, ഭർത്താവും ഷഹീദായി. അങ്ങനെ ഉഹദ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ ഈ രണ്ട് മയ്യത്തുകൾ അവർ തൻ്റെ ഒട്ടകത്തിൻ്റെ മേലെ വെച്ച് കെട്ടിയതാണ്. ഭർത്താവിൻ്റെ മയ്യത്തും ആങ്ങളുടെ മയ്യത്തും രണ്ടും കൂടെ ആ തുണിയിൽ തന്നെ കഫൻ ചെയ്ത് കുളിപ്പിക്കുന്നല്ലോ, ഷഹീദിനെ കുളിപ്പിക്കൂല, അതിൽ തന്നെ കഫൻ ചെയ്തുകൊണ്ട് തൻ്റെ ഒട്ടകത്തിന് രണ്ട് ഭാഗത്തേക്ക് അങ്ങനെ കെട്ടിയിട്ടാണ് അവരെ ഒട്ടകത്തിൻ്റെ മൂക്കാരം പിടിച്ച് അവരെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഏതായാലും അവിടെ പോയിട്ട് അവിടെ മറവ് ചെയ്യാം എന്നൊക്കെയാണ് പോകുന്നത്. കുറച്ചുകൂടെ പുറപ്പെട്ടപ്പോഴാണ് ചോദിച്ചത്, നിങ്ങൾ എവിടേക്കാണ് മയ്യത്തും കൊണ്ട് പോകുന്നത്? ഒന്നുമില്ല, അവിടെ വീട്ടിലേക്ക് പോകുക. അപ്പോൾ അവിടെ മദീനത്ത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്യാൻ നിൽക്കാണ്. അപ്പോൾ പറഞ്ഞു, എവിടെയാണോ വഫാത്തായത് അവിടെ തന്നെ മറവ് ചെയ്യലാണ് ഖൈർ എന്ന നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മയ്യത്ത് മറ്റു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അത്ര നല്ല കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ട് മയ്യത്തും അവർ തിരിച്ച് അങ്ങോട്ട് പോവുകയും ഉഹദ് ശ്രോതാക്കളുടെ കൂട്ടത്തിൽ തന്നെ അവർ രണ്ടുപേരുടെയും മയ്യത്ത് അവിടെ മറമാടപ്പെടുകയും ചെയ്തു. അന്ന് 2-3 പേരൊക്കെയാണ് ഒരു ഖബറിൽ മറമാടിയത്. ഒരു യുദ്ധം കഴിഞ്ഞ് നിൽക്കുകയാണ്, 70 ആൾ ഷഹീദായി. 70 പേർക്ക് 70 ഖബർ കുഴിക്കാൻ അവർക്കവിടെ അന്ന് സാഹചര്യമില്ല. കാരണം ഒരു യുദ്ധം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പട്ടിണി, അതോടൊപ്പം യുദ്ധം കഴിഞ്ഞ് എല്ലാവർക്കും പരിക്ക് പറ്റി, നബിക്കടക്കം മുൻപല്ല് പൊട്ടി, അതേപോലെ പിന്നെ പല ഭാഗത്തും മുറിവേറ്റ്, അങ്ങനെയൊക്കെ നബി പോലും ഉള്ളത്. അപ്പോൾ അവരൊക്കെ സാധാരണ ഇപ്പം നമുക്കല്ലോ ഒരു കല്യാണം കഴിഞ്ഞാൽ പോലും, ഒരു കല്യാണം കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വൈകുന്നേരം ഇനിയിപ്പോൾ കസാരയൊക്കെ എടുത്താൽ കഴിഞ്ഞപ്പോൾ നാളെ നോക്കാം, ഇന്നിപ്പോൾ ഇനി വയ്യ, എല്ലാവരും കുഴങ്ങി കഴിഞ്ഞപ്പോൾ നേരത്തൊക്കെ എടുക്കുക, നമുക്ക് ബാക്കി നാളെ നോക്കാമെന്ന് പറയും. ഇതൊരു യുദ്ധം കഴിഞ്ഞിട്ടാണ് നിൽക്കണത്. അപ്പോൾ അതെടുക്കും കയ്യും മുറിവേറ്റത്, കാലും മുറിവേറ്റത്, അവിടെയും ഇവിടെയും വെട്ടേറ്റത്, ശരീരമാസകലം ആകെ വേദനയും അതേപോലെ രക്തം പുരണ്ടതും അങ്ങനെ വല്ലാത്ത അവസ്ഥയാണ്. അപ്പം അതിനും ഒന്നാകെ വെട്ടേറ്റ് അവിടെ ടെൻറ്റിൽ കൊണ്ടുവന്ന് താങ്ങി പിടിച്ച് കിടത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ 70 പേരവിടെ കൊല്ലപ്പെട്ട് ഷഹീദായി അവിടെ കിടക്കുന്നു. ഈ 70 ആളെയും മറയിട്ടാണ് ഇവിടുന്ന് പോകണമെങ്കിൽ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഈ 70 പേരെയും ഖബർ കുഴിച്ച് അവരെ മറവ് ചെയ്തിട്ട് വേണം ഇവർക്കെല്ലാം തിരിച്ചു പോകാനും. അപ്പം നബിയോട് പറഞ്ഞു, നബിയെ 70 ആക്കും 70 ഖബർ കുഴിക്കാൻ മാത്രം ഞങ്ങൾക്ക് ശേഷിയില്ല, അതിനുള്ള സാഹചര്യം അനുകൂലമല്ല എന്ന് പറഞ്ഞപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, വസ്യഉ, നിങ്ങൾ ഖബർ കുറച്ച് വിശാലമാക്കി കുഴിച്ചു കൊള്ളുക, കുറച്ച് വീതി കൂട്ടി കുറച്ചുകൂടെ വിസ്താരത്തിൽ ഖബർ കുഴിച്ചു വന്ന് 2-3 ആളുകളെ ഒരേ ഖബറിൽ നിങ്ങൾ മറമാടുക എന്ന് നബിയോട് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ കഴിയുന്നത്ര ഒരു കുഴിച്ചു. ആ ഖബറുകളിൽ ഈ 2 ആൾ 3 ആളൊക്കെ ആയിട്ട് ഓരോ ഖബറിൽ അവർ മറവ് ചെയ്യുകയാണ് അന്ന് ചെയ്തത്. അപ്പോൾ അതിൽ ജാബിറുല്ലാഹിൻ്റെ പിതാവും അതായത് അമ്മാവനും 2 പേരും ഒരേ ഖബറിൽ മറമാടപ്പെട്ടു. ജാബിറുല്ലാഹി പറയുന്നത്, എനിക്കത് പിന്നെ അത് മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം. പിന്നെ ഇങ്ങനെ പോതിന് ശേഷം സംഗതി തെറ്റുള്ള കാര്യമൊന്നുമില്ല, എന്നാലും ഒരു ഖബറിൽ 2 ആൾ മറയിലപ്പോൾ 2 ആൾക്കും ഒരു സ്വതന്ത്രമായ ഖബർ കുഴിക്കാൻ സാഹചര്യം ഉണ്ടായില്ലല്ലോ. അത് പിന്നെ ഇങ്ങനെ കഴിഞ്ഞു പോന്നിട്ടും എനിക്കിങ്ങനെ വല്ലാത്ത വന്നിട്ടിങ്ങനെ എനിക്കിങ്ങനെ വല്ലാത്തൊരു പ്രയാസം ഇങ്ങനെ തോന്നുക. ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഞാൻ ചെന്നു. അങ്ങനെ വാപ്പാന ഖബറിൻ്റെ കുറച്ചപ്പുറത്ത് മറ്റൊരു ഖബർ ഞാൻ കുഴിച്ചു. എന്നിട്ട് വാപ്പാന ഖബർ ഞാൻ തുറന്നിട്ട് ഒരു മയ്യത്തായിക്ക് മാറ്റിക്കെടുത്താൻ വേണ്ടി ഞാൻ ഈ ഖബർ തുറന്ന് അതിനപ്പുറത്ത് മറ്റൊരു ഖബർ കുഴിച്ചു. എൻ്റെ വാപ്പയെ മറമാടിയ അതേ അവസ്ഥയിൽ ഞാൻ കണ്ടു. യാതൊരു കേടുപാടും വാപ്പാന ശരീരത്തിന് സംഭവിച്ചിട്ടില്ല. വാപ്പയുടെ ചെവിന്മേലുള്ള ഏതാനും രോമങ്ങൾ കൊഴിഞ്ഞു വീണിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒരു കേടുപാടും സംഭവിക്കാതെ എൻ്റെ വാപ്പാൻ്റെ മയ്യത്ത് ഞാൻ അതേപോലെ കിടക്കുന്നത് കണ്ടു. അതെടുത്ത് മറ്റേ ഖബറിലേക്ക് ഞാൻ മാറ്റി മറവ് ചെയ്തു എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞതും ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം ഈ 2 ഉത്തരവാദിത്തങ്ങൾ, ഒരു വലിയ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തവും വലിയ കടബാധ്യതയും, ഇത് രണ്ടും ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഉഹദിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയില്ല.